ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ നമ്മൾ ഹോട്ടലിലൊക്കെ പോയാൽ അൽഫാമൊക്കെ മേടിക്കുമ്പോൾ കൂടെ കിട്ടുന്ന ഒരു സാലഡില്ലേ, നല്ല നിറക്കുള്ള നല്ല രുചിയുള്ള ആ സാലഡിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കാൻ പോണത്. ഇതിനായിട്ട് ഞാനൊരു മീഡിയം സൈസ് സവാള 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് കനം കുറച്ചിട്ട് നീളനെ അരിഞ്ഞെടുക്കണം. ഇത് നമ്മുടെ ബിരിയാണിക്കൊപ്പം കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ സവാള ഞാൻ നല്ല കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു അരഭാഗം ബീട്രൂട്ട് നീളനെ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ അതിനൊരു പച്ചമണം ഉണ്ടാവും. സവാളയ്ക്കും ബീട്രൂട്ടിനും ഒരു ചെറിയ പച്ചമണം ഉണ്ടാവും. അത് കളയാനായിട്ടാണ് നന്നായി കഴുകി ഞാപ്പതേ വെള്ളമൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ 2 പച്ചമുളകും പിന്നെ 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ചേർത്ത് കൊടുത്തത് ഉപ്പൊക്കെ ഇടുമ്പോൾ അതിനൊരു ബാലൻസ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പഞ്ചസാരയും കൂടി ചേർക്കുമ്പോൾ. ഇപ്പം നമ്മുടെ അടിപൊളി സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് പല സ്ഥലത്തും പല പേരിലായിട്ട് അറിയപ്പെടുന്നത്. ചല്ലാസ്, കച്ചമ്പർ, സർലാസ്, അങ്ങനെ പല പേരിലും ഇത് അറിയപ്പെടും കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയും ഒക്കെ കൂടെ ഇത് കഴിക്കാൻ പറ്റും. ചപ്പാത്തിക്കും കൂടെ കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.